സംസ്ഥാനത്ത് തന്നെ SIR പ്രവർത്തനങ്ങൾ പൂർണ്ണമായി പൂർത്തീകരിച്ച ആദ്യ ബൂത്ത് ലെവൽ ഓഫീസർ വയനാട്ടുകാരനാണ്. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ 102-ാം ബൂത്താണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. അധ്യാപകനായ വിനോദ് കുമാർ പുഷ്പത്തൂരാണ് ഉദ്യോഗസ്ഥൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സോഷ്യൽ മീഡിയ പേജിലും വിനോദ് കുമാർ ഇടം പിടിച്ചു. സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി SIR പൂർത്തീകരിച്ച ബൂത്ത് വയനാട്ടിലാണ്. വയനാട്ടിലെ 102-ാം ബൂത്ത് കൽപ്പറ്റ നിയോജകമണ്ഡലം. അത് ഇരിക്കുന്നത് വെങ്ങപ്പള്ളി പഞ്ചായത്തിലാണ്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ തെക്കുന്തറ പ്രദേശത്താണ് ഈ ബൂത്തുള്ളത്. ഇത് പൂർത്തീകരിച്ചത് അധ്യാപകനായ പടിഞ്ഞാറത്തറ AUP സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള വിനോദ് കുമാർ പുഷ്പത്തൂരാണ് ഇത് പൂർത്തീകരിച്ചത്. അദ്ദേഹം തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. പൊടുന്നനെ ഇത് പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായല്ലേ? മറ്റിടങ്ങളിലൊക്കെ വലിയ ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആത്മഹത്യ അടക്കം ആരോപണമൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? ഇത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ എനിക്ക് തോന്നുന്നത്, ഇതിൻ്റെ ആദ്യമായിട്ട് ഞാനൊരു ട്രെയിനറായിരുന്നു. എനിക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് കൃത്യമായി ട്രെയിനിങ് കൊടുക്കാൻ കഴിഞ്ഞു. BLO മാർക്ക് വയനാട് ജില്ലയിലെ കൽപ്പറ്റ LICയിലെ BLO മാർക്ക് ട്രെയിനിങ് ഞാൻ കൊടുത്തു. ഈ BLO മാർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് എനിക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ 4-ാം തീയതിക്ക് മുന്നോടിയായിട്ട് കൃത്യമായി നമ്മുടെ ബൂത്തിലെ ഓരോ BLA മാരെയും വിളിച്ചു. അവർ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കൊടുത്ത സമയത്ത് അവർക്ക് കൃത്യമായി SIR എന്താണെന്ന് മനസ്സിലായി. അവർ കുറേ ആശയ കുഴപ്പങ്ങളുണ്ടായിരുന്നു. പഞ്ചായത്ത് വോട്ടർ പട്ടികയുണ്ട്, അതുപോലെ നിയമസഭ വോട്ടർ പട്ടികയുണ്ട്. ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ അവർ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കൃത്യമായി അവർ മനസ്സിലാക്കി കൊടുത്തു. അവർ തന്നെ വോട്ടർ പട്ടിക സൂക്ഷ്മമായി പരിശോധിച്ചു. സാറേ, ഇത്രയും ആളുകളെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ട്. ഒരു കോമണായി അവർ തീരുമാനിച്ചു വന്നു. അപ്പോൾ അത് എൻ്റെ കയ്യിലൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് ഞാൻ തന്നെ ഇവിടുന്ന് കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കറിയാലോ, ഈ 2002 വോട്ടർ പട്ടികയിൽ അവർ എവിടെയാണോ ഉള്ളത് അവരെ ഡീറ്റെയിൽസാണ് ഇവിടെ പട്ടികയിൽ ചേർത്തത്. അവർ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ലിസ്റ്റ് തയ്യാറാക്കുന്നു. പിന്നെ കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ മാർക്കിംഗ് കൃത്യമായി ഞാൻ ചെയ്തു. കൃത്യമായി മാർക്കിംഗ് ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായി കുട്ടികളെ എല്ലാവരും ആഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ പ്രിലിമിനറി ഞാൻ ചെയ്തു വെച്ചുകൊണ്ട് 4-ാം തീയതി രാവിലെ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. വോട്ടർ പട്ടിക ഈ എലിമിനേഷൻ ഫോറം വിതരണം ചെയ്യാൻ കഴിയും. എത്ര ദിവസത്തിനുള്ള പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്? നമ്മുടെ ഇതിൻ്റെ ലിസ്റ്റ് മറ്റേ എലിമിനേഷൻ ഫോറം ഏകദേശം ഒരു 4 ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഞാൻ 13/4 പൂർത്തീകരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏകദേശം 12 ദിവസം കൊണ്ട് ഈ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. രാവിലെ 6:15 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും. 6:15 രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ രാത്രി 9 മണിക്ക് ഞാൻ തിരിച്ചെത്താറില്ല. നമ്മൾ പരിചയമുള്ള വീട്ടിലേക്കാണെങ്കിൽ ആരും ഒന്നും പറയാറില്ല. എനിക്ക് 14 വർഷമായി ഞാൻ BLO ആണ്. അപ്പോൾ ഈ ചുറ്റുവട്ടത്ത് ആരും ഒന്നും പറയാറില്ല. ഏത് രാത്രി ഏത് വീട്ടിൽ കയറി പോകാം. ഒരു 8:30 വരെ ഞാൻ 8-9 വരെ മാക്സിമം നമ്മുടെ വീടുകളിൽ പോയി ഈ ഫോം വിതരണവും ഡാറ്റ ഷെയറിംഗ് ചെയ്യാറുണ്ട്. ഈ ഗോത്രവർഗ്ഗ മേഖല കൂടി ഉൾക്കൊള്ളുന്ന സ്ഥലമല്ലേ കൂടുതൽ ഗോത്രവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടുള്ള? അതൊരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സ് ആയിരുന്നു. എന്താണ് സ്ഥിതി? ഗോത്രവർഗ്ഗ ആ മേഖലയിൽ മാത്രമേ ചെറിയ ഇഷ്യൂ വന്നുള്ളൂ. അപ്പോൾ അത് ഒഴികെ ബാക്കിയുള്ളതെല്ലാം കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ട്രൈബൽ പ്രൊമോട്ടർമാർ, അവരെക്കാൾ ഉപരി ഓരോ കോളനിയിലും എനിക്ക് നല്ല പരിചയമുള്ള ഓരോ മൂപ്പന്മാരുണ്ടായിരുന്നു. മൂപ്പന്മാരല്ല, നല്ല യങ്ങായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെന്നെ ഏത് ആളുകളെ ഒരേ പേരുള്ള കോളനിയിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരേ പേരുള്ള ആൾക്കാരുണ്ട്. ദേവിയാണെങ്കിൽ ദേവിൻ്റെ അച്ഛനും അമ്മയും വള്ളൻ, അച്ഛൻ വള്ളൻ, അമ്മ വള്ളച്ചി, ഇതേ പേരുകൾ ഒരേ പേര് വരുന്ന ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഗോത്ര വിഭാഗമായ പണിയ അല്ലാതെ കുറിച്ച് വിഭാഗത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവർക്കും ഇതേ വെച്ചാൽ എല്ലാം അച്ചപ്പൻ, അല്ലെങ്കിൽ എല്ലാം അമ്മണി, എല്ലാം കേളു, എല്ലാം ലക്ഷ്മി. അപ്പോൾ അവരെ കറക്റ്റ് കൺഫേം ചെയ്യാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇവിടുത്തെ ഓരോ മൂപ്പന്മാരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വിജയത്തിന് വലിയ കുറേ പേര് ഉണ്ട്. എന്തായാലും മണ്ണറിയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ ഇദ്ദേഹത്തിന് സാധ്യമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടാവുന്നുമുണ്ട്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.